ജിന്നാബായിയുടെ കിഡ്നാപ്പിനെ എതിർത്ത് നാട് മുഴുവനും അവരുടെ ഫാൻസ് കലാപം തുടങ്ങിക്കഴിഞ്ഞു. അനേകം ജില്ലാ കേന്ദ്രങ്ങളിൽ റോഡ് ഖരാവോയും ധർണയും നടത്തുന്നുണ്ട്. അവന്മാര് മുഴുവൻ ശത്രുക്കളാണ് ജിന്നാബായി. ഞാൻ ഇവിടെ നിങ്ങളുടെ കസ്റ്റഡി കിടന്ന് അനുഭവിക്കുന്നൊന്നും ഇവന്മാർ അറിയുന്നില്ലല്ലോ. വീട്ടുകൾ ഫൂൾസ്. വണ്ടിക്കകത്ത് ഒഴിക്കേണ്ട പെട്രോൾ ഇവനിത് എന്താ കാണിക്കുന്നേ? ഈ ടി വി ഒന്ന് ഓഫ് ചെയ്യോ സാർ? സരോജ് കുമാർ എന്തായാലും എന്നെ തിരിച്ചറിയണ്ട. ആരാണ് ഈ മുഖം മൂടി പോലീസ്? എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. പേടിക്കണ്ട, നിന്നെ ഞാനൊന്നും ചെയ്യില്ല. ഹാപ്പി ആയിട്ട് കളിക്കും. സോറി. എന്നെ കൊന്നു കളയുമെന്ന് കരുതിയാ ഞാൻ പോയത്. അവൻ എന്തിനാ ചെയ്തെന്ന് എനിക്ക് അറിയില്ല ജിന്നാബായി. പറയൂ ഖാദർ. സത്യമായിട്ട് എനിക്ക് അറിയില്ല. സിനിമയിൽ പോലും ഇത്ര വയലൻസ് ഇല്ലല്ലോ. ആരാണിവ? ഇവനോട് ചോദിച്ചാൽ അറിയാൻ പറ്റും. ഖാദർ ഭായി, ഞാൻ അജീസാണ് സംസാരിക്കുന്നത്. ഞാൻ ജിന്നാബായിയുടെ അടുക്കലേക്ക് പോയില്ല. അതിനുള്ളിൽ ആര് വന്ന് എന്നെ അടിച്ചിട്ട് പണം തട്ടിക്കൊണ്ടുപോയി. അതുമല്ലാതെ ഭായി, അവൻ ജിന്നാബായിയെ കൊല്ലാൻ ട്രൈ ചെയ്യുന്നു. ഈ വിവരം ജിന്നാബായിയെ അറിയിച്ചേക്ക്. അജീസ് ജിന്നാബായ്. അവനെവിടെ? അജീസ് അവൻ എവിടെയാന്നാ നിന്നോട് ചോദിച്ചത്? ഇവിടെ തന്നെ ഉണ്ടടാ കള്ള നായിന്റെ മോനെ. നീ എന്റെ അനിയനെ കൊന്നല്ലടാ. നിന്നെ അതിനേക്കാളും ക്രൂരമായിട്ട് ഞാൻ കൊല്ലൂടാ. നീ എന്റെ ചന്ദ്രുവിനെയും ഭാര്യയും കൊന്നത് എങ്ങനെയാണോ അതുപോലെ നിന്നെയും മൃഗീയമായിട്ട് ഞാൻ കൊല്ലും. കാത്തിരുന്നോ? നീ ആരോടാ സംസാരിക്കുന്നു നിനക്കറിയാമോ? ചെകുത്താനോടാ, ചെകുത്താൻ. നീ ഒരാണാണെങ്കില്, നീ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കില് ഞാൻ എവിടെയാണെന്ന് നീ അന്വേഷിക്കണ്ട. നീ എവിടെയാണെന്ന് മാത്രം പറ, ഞാൻ അവിടേക്കെത്താം. പപ്പടമായി പോകും നീ. എന്ത് പറ്റി ജിന്നാബായി? എന്നേക്കാൾ വാശിയുമായി അവൻ എന്നെ കൊല്ലാൻ വേണ്ടി തേടി നടക്കുക. ഞാൻ എവിടെയുണ്ടെങ്കിലും അവിടെ തേടി വരാൻ തയ്യാറാണെന്ന് പറഞ്ഞ് അവൻ എന്നോട് ചലഞ്ച് ചെയ്തിരിക്കുക. എന്താ വരാൻ പറയണം? അവനൊരൊറ്റ ഫോൺ പോലീസിന് ചെയ്ത എല്ലാം ഫിനിഷ് ആവും. നീ അവൻ ആരെ എവിടെയുണ്ടെന്നില്ല ഐഡന്റിഫൈ ചെയ്യണം. പപ്പടമായി പോവത്ര. എന്തായാലും പറഞ്ഞോ? അല്ല, എന്താ പറഞ്ഞെന്ന് ഒന്നുകൂടി പറയാമോ സർ പ്ലീസ്? പപ്പടമായി പോവെന്ന്. പപ്പടം. നിങ്ങൾ അന്വേഷിക്കുന്നത് ഇവനെയാണെന്ന് നോക്കിയോ? ഹലോ DCP. DCP, എന്റെ അനിയനെ കൊന്നത് മറ്റാരുമല്ല, നിന്റെ അളിയൻ സീനു. സരോജ് കുമാർ ജീവനോടെ ഇരിക്കണമെങ്കിൽ നീ റിക്കവർ ചെയ്ത എന്റെ പണം നിന്റെ അളിയന്റെ കയ്യിൽ കൊടുത്തയക്കണം. എവിടെ വരണം, എങ്ങനെ വരണമെന്ന് ഞാൻ പറയാം. ഹലോ. എന്തു മണ്ടത്തിലോ പറയുന്നേ? നിങ്ങൾ പറയുന്ന സീനു എന്റെ അളിയനോ ഫാനോ വല്ലോ ആണോ എന്നെ വന്ന് കൂട്ടിക്കൊണ്ടുപോവാൻ? അവൻ വരും, നിന്നെ തേടിയല്ല, എന്നെ തേടി. ആരെ കൊന്നേന് നീ ചെന്ന് അവന്റെ അനിയനെ കൊല്ലേണ്ട കാര്യം എന്താ? അവൻ ഇപ്പൊ നിന്നെ എന്തെങ്കിലും ചെയ്താലോ? ഞാൻ ദുബായിക്ക് പോകാൻ വേണ്ടി പണം ചോദിച്ചപ്പോ നീ എന്താ ചോദിച്ചെന്നറിയോ? എക്സ്ട്രാ എത്ര തരുമെന്ന്. പക്ഷെ ഞാൻ ചോദിക്കാതെ അവരെനിക്ക് പണം തന്നു. അവരെന്റെ കൺമുമ്പിൽ വെച്ച് ക്രൂരമായിട്ട് കുന്നുമ്പോ എനിക്ക് നോക്കി നിൽക്കേണ്ടി വന്നു. അവനെ പിടിക്കാനും പണിഷ് ചെയ്യാനും പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതിനിടയ്ക്ക് നീ എന്തിനാ? എന്താ ചെയ്താ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ്? ഏത് സമയത്തും സെൽഫോണും കണ്ണും പിടിച്ചോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നല്ലാതെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എന്നാ യവൻ അവിടെ പോയി അവന്റെ കൺമുമ്പിൽ വെച്ച് അവന്റെ അനിയനെ ഫിനിഷ് ചെയ്തു. മോനെ സീനു, ഇത്ര ദിവസമായിട്ട് ഞാൻ നിന്നെ കുറ്റം പറഞ്ഞോണ്ടിരുന്നു. കൂട്ടുകാരന് വേണ്ടി അതൊക്കെ ചെയ്ത് തെറ്റില്ല. നീ എത്ര നല്ലവനാണ്. അതുകൊണ്ട് ഞാൻ നിന്നെ ഫുൾ സപ്പോർട്ട് ചെയ്യുന്നു മോനെ. മുത്തശ്ശിക്ക് ഒന്നും അറിയില്ല, നിർത്ത്. എന്തോന്നാടാ എനിക്കറിയാത്തത്? നിങ്ങളുടെ പോലീസ് അവന്റെ തലയ്ക്ക് ഇത്രയെന്ന് വില പറഞ്ഞിരിക്കുകയല്ലേ. ഇപ്പൊ അവനെ ആര് കൊല്ലുന്നോ അവൻ പോലീസ്. എടാ സീനു, നീ പോയി ആ പന്നിയുടെ മോനെ കൊന്നേ. നിന്നെ തടയാൻ വരുന്നവന്റെ കാര്യം ഞാനേ. അതെ ചേട്ടാ, നമ്മുടെ സീനോളിനെ അങ്ങോട്ട് വിട്ടാൽ അവന്റെ കാര്യം പപ്പട. സീനു, നിനക്കറിയാലോ, ഹി ഈസ് റിയലി ക്രൂവൽ. എല്ലാ നീക്കങ്ങളും കെയർഫുൾ ആയിരിക്കണം. സരോജ് കുമാർ അവന്റെ കയ്യിലുള്ള കാര്യം മറക്കരുത്. എന്നെ
എന്നെ കണ്ടുപിടിക്കാൻ നിനക്ക് ധൃതിയായെന്ന് എനിക്കറിയാം. ഗുഡ്. ട്രാക്കിലേക്ക് ഒന്ന് നോക്ക്. ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. നീ അതിൽ കയറണം. കൃത്യമായി 4 സ്റ്റേഷൻ കഴിഞ്ഞ് ഇറങ്ങണം. നീ അവിടെ ഇറങ്ങുമ്പോഴേക്കും ഫോൺ റിങ് ചെയ്ത് തുടങ്ങും. ഐ വിൽ ഗിവ് ജസ്റ്റ് 3 റിങ്സ്. ഞാൻ 3 റിങ് തരും. ഓക്കെ? റിങ് അടിക്കുമെന്ന് പറഞ്ഞു. അതിനവൻ എടുത്തില്ലെങ്കിലോ? ഗുഡ് ക്വസ്റ്റ്യൻ. ആ, ഇനി ഇതുപോലത്തെ ചോദ്യം ചോദിക്കാൻ നീ ഉണ്ടാവില്ല. ഹലോ. യഥാർത്ഥ ഗെയിം ഇപ്പോഴാണ് സ്റ്റാർട്ടായത്. സ്റ്റേഷന്റെ പുറത്തൊരു ചെമ്മൺ പാത കാണാം. നീ അതിനെ ഫോളോ ചെയ്ത് ഓടി വരണം. ദൂരം 10 കിലോമീറ്റർ. ഞാൻ നിനക്ക് തരുന്ന സമയം 10 മിനിറ്റ്. ഇയാക്കണ്ട വാട്ടുണ്ടോ? 10 മിനിറ്റ് കൊണ്ട് 10 കിലോമീറ്റർ ഓടണം പോലും. താനൊന്നോട് കാണിക്ക്. സിനിമയിൽ ഒരു വലിയ ആക്ഷൻ ഹീറോ ആയി എനിക്ക് പോലും സാധിക്കില്ല. ഇത് ജനം സമ്മതിക്കില്ല. എങ്കിൽ നീ ജീവിക്കാൻ ഞാനും സമ്മതിക്കും. അവൻ വന്നു പോയി. ജിന്നാബായ്, ഇവൾ എന്റെ കയ്യിലുണ്ട്. അവൻ നിങ്ങളെ ഒന്നും ചെയ്യില്ല. അവനെ കൊന്നു കളഞ്ഞേക്ക്. അപ്പൊ എന്റെ ലൈൻ ക്ലിയർ ആവും.